അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നേന്ത്രപ്പഴം കൊഴുക്കട്ട ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ 2 പുഴുങ്ങിയ നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നല്ല പോലെ പഴുത്തിട്ടുള്ള പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത പഴം കൊണ്ട് ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇടിയപ്പത്തിനും അപ്പത്തിനും ഒക്കെ എടുക്കുന്ന പൊടി ഉണ്ടല്ലോ അത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചിട്ടെടുക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്കത് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്തിട്ട് അതവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഒരു പാനിലേക്ക് 1/4 കപ്പ് പൊടിച്ച ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1 കപ്പ് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് രണ്ടും കൂടി ഒന്ന് യോജിച്ച് വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഇതാ ശർക്കരയൊക്കെ മെൽറ്റായി തേങ്ങയൊക്കെ അതിൽ ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ മാവില്ലേ, അതിൽ നിന്ന് ഓരോ ബോൾസായിട്ട് എടുത്തിട്ട് ഇതേപോലെ നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഓരോ സ്പൂണ് വെച്ച് കൊടുക്കാം. ഒരുപാട് കുത്തി നിറക്കണ്ട കേട്ടോ. അങ്ങനെ നിറച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊഴുക്കട്ട വേവിക്കണ സമയത്ത് പൊട്ടിപ്പോവും. എന്നിട്ട് എല്ലാ ഭാഗവും ഇതേപോലെ ഒന്ന് കൂട്ടി കൊടുത്തിട്ട് നമുക്ക് കൈവച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ കൊഴുക്കട്ട ഇവിടെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഇത്രയും മാവിൽ നിന്ന് എനിക്കൊരു 7 കൊഴുക്കട്ടയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കൂടുതൽ എണ്ണം വേണമെന്നുണ്ടെങ്കിൽ ഈ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ഇരട്ടിയാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഞാനൊരു ഓട്ടപാത്രത്തിൽ വെച്ചിട്ടാണ് സ്റ്റീം ചെയ്തെടുക്കുന്നത്. ഇഡ്ഡലി പാത്രത്തിൽ വേണമെങ്കിൽ അങ്ങനെ സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ. ഇതൊരു 15 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കണം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കൊഴുക്കട്ടയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഒട്ടും പൊട്ടിപ്പോയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൊഴുക്കട്ടയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ.